ചൂട് ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങള് ഉള്ളിലത്ര ചൂടില്ല. ഉള്ളിലത്ര ചൂടില്ല. പുറത്ത് നല്ല ചൂടാണ്, ഉള്ളിൽ തണുപ്പാണ്. UDF-ന്റെ നല്ല മുന്നേറ്റം ഉള്ളത് കൊണ്ട് തണുപ്പാണ്. ഞങ്ങള് ഇവിടെ കുറച്ച് രാഷ്ട്രീയ സംവാദമൊക്കെ നടത്തി. അപ്പോ ആളുകൾ പറയുന്നത് മാറണം എന്നൊരു കൂട്ടർ പറയുന്നു, മാറണ്ട എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. കുറച്ച് ഒരു ഇളനീരായാലോ? ഇപ്പൊ വെള്ളം കുടിച്ചു. തെരഞ്ഞെടുപ്പിൽ കുടിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, കുടിപ്പിക്കാൻ നോക്കണ്ട. ഉള്ളിൽ തണുപ്പാണ് എന്നാണ് പറഞ്ഞത് അല്ലേ? ആ തണുപ്പിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താണ് ആ ഉള്ളിൽ ആ തണുപ്പിന്റെ കാര്യം? ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂടി നിൽക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഈ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 100% 0 സീറ്റ് LDF-ന് കൊടുത്ത സ്ഥലമാണ് തദ്ദേശം. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ആണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് ആ തണുപ്പ്. മാത്രമല്ല ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മണ്ണിലേക്ക് മടങ്ങിയെത്തുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം. 1987 82 അന്ന് നഗരസഭയുടെ അധ്യക്ഷനാവുന്നത്. അന്ന് എത്ര വയസ്സെന്നറിയോ? അന്ന് ഇതിനേക്കാൾ സുന്ദരനായിരുന്നു. 27 വയസ്സേ ഉള്ളൂ അല്ലേ? 27 വയസ്സല്ലേ? 27 വയസ്സ്. യങ്ങസ്റ്റ് ചെയർമാനായിരുന്നു അന്ന് മലപ്പുറം നഗരസഭയുടെ. ചുള്ളനായിരുന്നു. മാത്രമല്ല അന്ന് വളരെ കാര്യപ്രാപ്തിയുടെ മലപ്പുറത്തിന്റെ ഒരു ഫേസ് മാറുന്നത് ആ ഘട്ടത്തിലാണ്. അതിനുശേഷം പിന്നീട് നഗരസഭയിൽ നിന്ന് നിയമസഭയിലേക്ക് പോകുന്നു. 2 തവണ അല്ലേ മലപ്പുറത്ത് തുടർച്ചയായിട്ട്? ഇവിടെ 2 തവണ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ മലപ്പുറം ചോദിച്ചു വാങ്ങിച്ചാണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അല്ല, ചോദിച്ചത് ഇവരാണ്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അങ്ങയുടെ ഒരു കരിയറിൽ മലപ്പുറത്ത് നിന്ന് മത്സരിക്കണമെന്നൊരു ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തിന്റെ സുൽത്താനായിട്ട് മത്സരിക്കുന്ന മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സാധാരണ നമ്മുടെ ഈ കളിക്കാനൊക്കെ വരുമ്പോഴേ കളിക്കാർ പറയുന്ന പോലെ ഈ ലോകകപ്പിന്റെ ലോകകപ്പായിരിക്കും. അതല്ല അതിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് യങ്ങായപ്പോഴുള്ള ചിത്രം എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അത് നടക്കൂലല്ലോ, ഒരാൾക്കൊന്നും നടക്കൂല. അപ്പൊ അതുകൊണ്ട് തുടങ്ങിയോടത്താണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ആരംഭിച്ചത് ഇവിടെ അല്ലേ, ഒരു കേരളത്തിലെ ഏറ്റവും യങ്ങായ ചെറുപ്പക്കാരനായ പ്രായത്തിൽ കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായി തുടങ്ങി. ഇപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം മലപ്പുറത്ത് വീണ്ടും എത്തി ഇപ്പോഴും ഇതേ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞതൊരു ദൈവാനുഗ്രഹമല്ലേ? അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.